എന്റെ ബർത്ത്ഡേ എപ്പോഴാണ്? ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് എന്തായാലും ഒരു സർപ്രൈസിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സർപ്രൈസ് എനിക്കല്ല, എൻ്റെ ചെറിയ മോന് സാമുട്ടിക്കാട്ടോ സർപ്രൈസ്. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആൻഡ് ദെൻ വെഡിങ് ആനിവേഴ്സറി ഇതൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ. ഇനി എങ്ങാനും ആഘോഷിക്കുമെങ്കിലും കേക്കൊന്നും കട്ട് ചെയ്യാറില്ല എന്തായാലും. പക്ഷേ ഈ വർഷത്തെ 2025 വെഡിങ് ആനിവേഴ്സറിയും ആൻഡ് ദെൻ സാമുട്ടിയുടെ ബർത്ത്ഡേയും കൂടെ ആഘോഷിച്ചു ഞങ്ങളല്ല കേട്ടോ. എൻ്റെ മൂത്ത സന്തതി സമലും ദെൻ കസിൻ സിസ്റ്റേഴ്സും ദെൻ അച്ചു അവരൊക്കെ കൂടെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാവേ. എന്തായാലും അവർ പ്ലാൻ ചെയ്തു, കേക്കൊക്കെ ഓർഡർ ചെയ്തു. അവന് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് കേട്ടോ അവർ തീരുമാനിച്ചിരുന്നത്. ഇവിടെ ആദ്യം നോക്കിയാൽ കാണാം അവനോട് എന്താണ് അച്ചു ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ അവന് ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, ഓർമ്മയില്ല. April 5 അവൻ്റെ ബർത്ത്ഡേ. എന്തായാലും അവന് ഹാപ്പിയായി. എല്ലാവരും കേക്ക് കട്ട് ചെയ്യുമ്പോൾ, ഫാമിലിയിലൊക്കെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവൻ പറയാറുണ്ട് എൻ്റെ ബർത്ത്ഡേക്കും ഇങ്ങനെ ഇതേപോലെ കേക്ക് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത കാരണം, അതായത് ഹസ്ബൻഡിന് ഇങ്ങനെ കേക്ക് കട്ടിങ് ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് പ്രോത്സാഹിപ്പിക്കാറില്ല. എന്തായാലും ഈ ബർത്ത്ഡേ അവനിക്കൊരു മെമ്മറബിൾ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ സാധാരണ അവനിങ്ങനെയുള്ള സർപ്രൈസൊക്കെ കൊടുക്കാറ് അവൻ്റെ ആൻറ്റിയും മക്കളൊക്കെയാണ് കേട്ടോ. എന്തായാലും അവരിപ്പോൾ ഇവിടെ ഇല്ല, അവരെല്ലാവരും അബ്രോഡാണ്. പക്ഷേ അവർ അന്ന് ബർത്ത്ഡേൻ്റെ അന്ന് ഈവനിങ്ങിൽ അവനൊരു സർപ്രൈസ് നേരത്തെ അവർ കരുതി വെച്ചിട്ടുണ്ട്. ആ സർപ്രൈസാണ് കേട്ടോ ഈ അൺബോക്സ് ചെയ്യുന്നത്. എന്തായാലും അവൻ്റെ അങ്കിളും ആൻറ്റിയും കൂടെ അവന് കൊടുത്ത സർപ്രൈസാണത്. KFCയുടെ ബർഗർ ആയിരുന്നു. എൻ്റെ വെഡിങ് ആനിവേഴ്സറി April 4 കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളെങ്ങാനും ആഘോഷിക്കുകയാണെങ്കിൽ പോലും April 5 ഒന്നായിട്ട് ഒരു ചെറിയ ഒരു ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷിക്കുക, അത്രയേ ഉള്ളൂ. കുഞ്ഞല്ലേ, അവനൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും കുട്ടികളുടെ ആഗ്രഹത്തിന് നിൽക്കാറില്ലേ. എന്തായാലും ഹസ്ബൻഡൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ആൻറ്റി മക്കളും വന്ന് കേക്ക് കട്ട് ചെയ്യുമെങ്കിലും എപ്പോഴെങ്കിലും കേക്ക് കട്ടിയെങ്കിലും ഒന്നും പറയാറില്ല. എന്തോ ഇക്കൊക്കെ അതിനോട് താല്പര്യമില്ല കേട്ടോ. എന്തായാലും അവന് അങ്കിൾ ഓർഡർ ചെയ്ത് കൊടുത്ത ആ ബർഗർ കഴിക്കാനായിട്ട് കൈ വാഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ കണ്ട എളുപ്പ വഴിയാണ് കേട്ടോ. കയ്യിൽ ടച്ച് ചെയ്യാതെ അവൻ ആ ബർഗർ എടുത്ത് കടിക്കുകയുണ്ടായി. ഇതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പറഞ്ഞല്ലോ. എന്തായാലും സമൽ ഞങ്ങൾക്കൊരു സർപ്രൈസ് കരുതി വെച്ചിരുന്നു. ഒരു കുഞ്ഞു കേക്കാട്ടോ അവൻ സർപ്രൈസ് ആയിട്ട് തന്നത്. അവന് വലിയ ജോലിയൊന്നും ആയിട്ടില്ല കേട്ടോ. അവൻ +1 പഠിക്കുന്ന പയ്യനാണ്. പക്ഷേ പാവം അവൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് മുഴുവൻ ഞങ്ങൾക്ക് സർപ്രൈസ് തരാനായിട്ട് അവന് എടുത്തു ചിലവഴിച്ചു കേട്ടോ. അങ്ങനെ നട്ടപ്പാതിരിക്ക് സർപ്രൈസുകാരെല്ലാവരും കൂടെ കേക്കും കട്ട് ചെയ്ത് തിരിച്ചു പോയ സമയത്ത് ഈ കേക്ക് കണ്ടപ്പോൾ സാമുട്ടിക്ക് ഒരു കൊതി, ഇതും കട്ട് ചെയ്യണമെന്ന്. എന്നാലും അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അതും അവനെ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടോ. അതിൻ്റെ ബാക്കി പിറ്റേ ദിവസം ഞാൻ ഇക്കയും കൂടെ കട്ട് ചെയ്തേ. എന്തായാലും സാമുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ സർപ്രൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സീ ദെൻ ബൈ.